Hi students, welcome to the lecture. Today we will be dealing with accelerated theory of investment. So without much delay, let's move on to the topic. Accelerated theory of investment. The principle of accelerator is older than principle of multiplier. സോ നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മളത് നെക്സ്റ്റ് സെഷനിൽ എടുക്കും. സോ ആ ഒരു സെഷനിലേക്കാളും വളരെ ഓൾഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ വിച്ച് ആക്സിലറേറ്റർ ഡേറ്റ്സ് ബാക്ക് ടു ദ ഡോൺ ഓഫ് 20th century. 20th സെഞ്ചുറിയോടെയാണ് ഈ ഒരു ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ജെ.എം. ക്ലാർക്ക്. ജെ.എം. ക്ലാർക്കുമായിട്ട് അസോസിയേറ്റഡ് ആണ് ആക്സിലറേറ്റഡ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. Though the idea was originated in the crude form by a French economist Albert Eftalien in 1909. അതായത് 1909 ആൽബർട്ട് എഫ്റ്റാലിൻ ആണ് ഈ ഒരു ആക്സിലറേറ്റഡ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൻ്റെ ഒരു ക്രൂഡ് ഫോം, അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു ജസ്റ്റ് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അതിനുശേഷം അത് കുറച്ചും കൂടി വിപുലീകരിച്ച് സെറ്റാക്കി എടുത്തത് ആരാണ്? ജെ.എം. ക്ലാർക്കാണ്. ഓക്കെ, ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്സിലറേറ്റർ ഹാസ് ബിക്കം വെരി പോപ്പുലർ ഇൻ റീസെൻറ്റ് ടൈംസ് ടു ദ റൈറ്റിംഗ്സ് ഓഫ് ഹാരോൾഡ് ഹിക്സ് ആൻഡ് സാമുവൽസൺ. ഹാരോൾഡും ഹിക്സും സാമുവൽസൻ്റെയും റൈറ്റിംഗ്സിലൂടെയാണ് ഈ ഒരു ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ട് വരുന്നത്. വൈൽ ഹാരോൾഡ് യൂസസ് ദ പ്രിൻസിപ്പിൾ ടു എക്സ്പ്ലെയിൻ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഹാരോൾഡ് ഈ ഒരു ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ബിസിനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചാണ് ഹാരോൾഡ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹിക്സ് ആൻഡ് സാമുവൽസൺ എസ്ക്രൈബ് ദ ട്രേഡ് സൈക്കിൾ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് മൾട്ടിപ്ലെയർ ആൻഡ് ആക്സിലറേറ്റർ. സോ എന്താണ് ഇവിടെ ട്രേഡ് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് സാമുവൽസണും അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ഹിക്സും പറയുന്നത്. ഓക്കെ, അപ്പം ഹാരോൾഡ് ഈ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ ബിസിനസ് ആക്ടിവിറ്റിക്കകത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഹിക്സും സാമുവൽസണും ട്രേഡ് സൈക്കിൾസിനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്സിലറേറ്റർ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻക്രിമെൻറ്റ് ഇൻ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഇൻക്രിമെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. സോ ഇവിടെ എന്ത് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ കാണിക്കുന്നത്? ഇൻക്രിമെൻറ്റ് ഇൻ കൺസപ്ഷൻ്റെ അകത്തുണ്ടാകുന്ന ഇൻക്രീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇൻക്രീസും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് ടോട്ടൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഇൻകവും അതുമൂലം ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുണ്ടാകുന്ന ഇൻക്രീസുമാണ് നമ്മളിവിടെ കണക്കിലെടുക്കുന്നത്. ഓക്കെ, ആസ് ദ ഇൻകം ഇൻക്രീസസ് ദാറ്റ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് കൂടുതലായിട്ട് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കൺസപ്ഷൻ നടത്തും, അല്ലേ? ദ റൈസ് ഇൻ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓൾസോ ലീഡ് ടു ദ റൈസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ എന്താ സംഭവിക്കുക? അപ്പോൾ ഇങ്ങനെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു റേറ്റും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ആണ് ചെയ്യുന്നത്. ഓക്കെ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ മെഷേഴ്സ് ദ ആക്സിലറേറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളുടെ റേഷ്യോ ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്തിൻ്റെയൊക്കെയാണ്? റേഷ്യോ ബിറ്റ്വീൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻക്രീസ്, അതുപോലെ തന്നെ ടു ദ ഇൻക്രീസ് ഇൻ ദ കൺസപ്ഷൻ. ഓക്കെ, ദെൻ ടു ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ ആണ് നമ്മൾ എന്തിൻ്റെ റേഷ്യോ ആയിട്ട് പറയുന്നത്? ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇറ്റ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് DI/DC. Okay, therefore it may be defined as a ratio of increase in investment to the increase in consumption. So investment divided by consumption, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ കൺസപ്ഷൻ അല്ല പറയുക, നമ്മൾ കൃത്യമായിട്ട് അത് പറയുവാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് അല്ലെങ്കിൽ ചേഞ്ച് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ D1/DC എന്ന് എടുത്തിരിക്കുന്നത്. ഇതിൽ A = D1/DC എന്ന് പറഞ്ഞിരിക്കുന്ന ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു ഫോർമുലയിൽ A എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്ററും I എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും C എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമാണ്? കൺസപ്ഷനുമാണ്. ഓക്കെ, സിൻസ് ദ ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് in income, accelerator is also expressed as DI/DC.
DI/dy. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻക്രീസ് ഇൻ കോൺസപ്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ആക്സലറേഷൻ അല്ലെങ്കിൽ ആക്സലറേറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഫോർമുലയും എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസപ്ഷൻ കൂടണമെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്തിട്ട് ആണ്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ കൺസപ്ഷൻ്റെ ആ ഒരു പോയിന്റിൻ്റെ അവിടെ നമുക്കത് റീപ്ലേസ് ചെയ്തിട്ട് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻക്രീസ് ഇൻ കോൺസപ്ഷന് പകരം ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ആക്സലറേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണ്. അതാണ് നമ്മളിവിടെ കാണുന്നത് A=DI/dy എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ അതിനൊരു എക്സാമ്പിൾ നോക്കുവാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 15 crores consequent upon increase in consumption expenditure or income by rupees 5 crores, accelerator is equal to 15/5 which is equal to 3. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലായോ? ഒന്നും കൂടി ഞാനിതൊന്ന് എറേസ് ചെയ്യട്ടെ ആൻഡ് ഐ വിൽ ഷോ ദാറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻക്രീസ് നമുക്ക് ഫോർമുല എഴുതി വെക്കാം. A=, ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു കൺസപ്ഷൻ അല്ലെങ്കിൽ ഇൻകം ആണ് നമ്മൾ ആക്സലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, 15 crores ആണ്. സോ നമുക്ക് അതിനെ 15 crores വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ടു എന്താണ്, ഇൻക്രീസ് ഇൻ ദ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓർ ഇൻകം ബൈ 5 crores. സോ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻഡിച്ചർ എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, 5 crores. അപ്പോൾ നമ്മൾ സീന് 5 crores വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് 3 ഈസ് ദ ആക്സലറേറ്റർ. ഓക്കെ, the two important factors working behind the operation of accelerator. So accelerator work ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ദ ഡ്യൂറബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അസറ്റ്, രണ്ടാമത്തത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ആക്സലറേറ്റർ തിയറി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡ്യൂറബിലിറ്റി, രണ്ടാമത്തത് എന്താണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻകത്തിൻ്റെയും ചേഞ്ചിനെയാണ് നമ്മൾ ആക്സലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ റേഷ്യോ ബേസിസിലാണ് നമ്മൾ ആക്സലറേറ്റർ എഴുതുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ ചേഞ്ച് ഇൻ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഈ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് ഇൻകത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് മൂലമായതുകൊണ്ട് നമ്മൾ അവിടെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന് പകരം ഇൻകം എന്നിട്ടും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പ്രധാനമായിട്ടും ആക്സലറേറ്റർ പ്രിൻസിപ്പലിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ഡ്യൂറബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്, രണ്ടാമത്തത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുൻപോട്ട് പോകാം. ദ ഫോളോയിങ് എക്സാമ്പിൾ വിൽ ബി മേക്കിംഗ് യുവർ ഐഡിയ മോർ ക്ലിയർ. ഓക്കെ, നമ്മൾ അപ്പോൾ ഒരു എക്സാമ്പിളിലോട്ടേക്ക് പോവാണ്. ലെറ്റ് us suppose the capital output ratio in the production of a particular commodity is 1:10. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ പോവാണ്. ആ പ്രൊഡക്ഷൻ നടത്തുന്ന ആ കമ്മോഡിറ്റിയുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 1:10 ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് 1 unit ഓഫ് ക്യാപിറ്റൽ ഈസ് required ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ഓഫ് 10 units. അപ്പം ഈ 1:10 എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു യൂണിറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് 10 unit ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us suppose that the durability of capital equipment is 10 years. നമ്മൾ ഓൾറെഡി ആക്സലറേറ്റർ പ്രിൻസിപ്പലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഡ്യൂറബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അസറ്റ്, രണ്ടാമത്തത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ നമ്മളിവിടെ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 1:10 ആണ്. സോ 1 unit ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് 10 units ഓഫ് ഔട്ട്പുട്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വർഷമാണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. ഇഫ് ദ കറൻറ്റ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ് ഈസ് 1000 units. സോ ഇപ്പോൾ ആ ഒരു കൺസ്യൂമർ ഗുഡിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 units ആണ് എങ്കിൽ വി റിക്വയർ 100 machines അറ്റ് പ്രസൻറ്റ്. സോ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് 10 units ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന്. സോ ഇവിടെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 units ആണ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 units ആണെങ്കിൽ നമുക്കിവിടെ എന്താണ് സംഭവിക്കേണ്ടത്, 100 units മെഷീൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ഡിമാൻഡ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ സിൻസ് ദ ലൈഫ് ഓഫ് മെഷീൻ ഈസ് 10 years. സോ 10 വർഷമാണ് ഡ്യൂറബിലിറ്റി ഓഫ് ദറ്റ് പർട്ടിക്കുലർ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എവറി ഇയർ വി ഹാവ് ടു പ്രൊഡ്യൂസ് 10 machines ഇൻ ഓർഡർ ടു കീപ് മെഷീൻസ് ഇൻടാക്ട്.
സോ ഈ മെഷീൻസ് ഇൻടാക്റ്റ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് എപ്പോഴും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 10 മെഷീൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ദസ് ആസ് ലോങ് ആസ് ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് റിമൈനിങ് ദ സെയിം, ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ് ഇസ് 10. അപ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ ഈ ഒരു ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ്. എത്ര കാലം നിൽക്കുന്നോ അത്രയും കാലവും ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് 10 തന്നെയാണ് നിൽക്കുന്നത്. നൗ ലെറ്റ് us suppose that the demand for consumer good increases by 10%. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കി 1000 ടോട്ടൽ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ നമുക്ക് 100 മെഷീൻസ് ആണ് പ്രസൻ്റ്ലി റിക്വയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓരോ മെഷീൻ്റെയും ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വർഷം ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും 10 മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻടാക്റ്റ് ആക്കി വെച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്തിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് സെയിം ആയിട്ട് തന്നെ നിൽക്കും എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ മനസ്സിലായി. അതിനുശേഷം നമ്മളിവിടെ നോക്കുന്ന കാര്യമാണ് നമ്മളുടെ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ് 10% ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, 10% ഇൻക്രീസ് ചെയ്യുവാണ്. കോൺസിക്വൻറ്റ് അപ്പോൺ ആൻ ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു, അപ്പോൾ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ് 10% എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാം? ദ ടോട്ടൽ ഡിമാൻഡ് ബിക്കംസ് 1100. നേരത്തെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 ആയിരുന്നു. എന്നാൽ 10% ഡിമാൻഡിൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ടോട്ടൽ ഡിമാൻഡിൻ്റെ വാല്യൂ എത്രയാണ് വന്നത്? 1100 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1100 വന്നിരിക്കുന്ന ഈ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീൻസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് ഓഫ് മെഷീൻസ് എത്ര വേണ്ടി വരും? 20 വേണ്ടി വരുന്നത്. നേരത്തെ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 10 മെഷീൻസിന് നമുക്ക് എല്ലാ വർഷവും ഇൻടാക്റ്റ് ആക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ഇൻ ടോട്ടൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ നമുക്ക് 20 മെഷീൻസ് ഇൻടാക്റ്റ് ആക്കി വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് 10 for replacement and 10 for producing additional 100 units of consumer goods. Okay, thus an increase in the demand for consumer goods by 10% leads to 100% increase in the demand for capital goods. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഇൻക്രീസ് എന്തിലുണ്ടാകുന്നു? ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇതിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, therefore accelerator is 100/10, which is equal to 10. Okay, the longer the life of capital asset, the greater is the value of accelerator. So ഇവിടെ എന്താ സംഭവിക്കുക? എത്രത്തോളം നാളാണോ ഒരു ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നാളാണ് ഒരു ക്യാപിറ്റൽ അസറ്റ് നിലനിൽക്കുന്നത്, അത്രത്തോളം ആക്സലറേറ്ററിൻ്റെ വാല്യൂ എന്താണ്? കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇൻ ദ എബോവ് എക്സാമ്പിൾ, ഇഫ് ദ ലൈഫ് ഓഫ് എ മെഷീൻ ഈസ് 20 years, അപ്പോൾ എന്താണ് ഓരോ മെഷീൻ്റെ ലൈഫ് 20 years ആണ് എന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാവത്തുള്ളൂ? 5 ആകത്തുള്ളൂ. ഇഫ് ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 10%, ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ് വിൽ ഇൻക്രീസ് from 5 to 15%, that is by 200%. സോ ഇതിന് വലിയ കാര്യമായിട്ടൊന്നും നോക്കാനില്ല. നമ്മുടെ ഇൻക്രീസ് ഇൻ ദ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ലീഡ് ടു ആൻ ആക്സലറേറ്റഡ് ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആക്സലറേറ്റഡ് ചേഞ്ച് എന്തിലുണ്ടാകുന്നു? നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്നു. ആ ഒരു കാര്യമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ സെൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി കേൾക്കുക, റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. ഇൻ കേസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മളതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലോട്ടേക്കാണ് പോകുന്നത്. സോ ഇവിടെ എസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് സേവിങ്സ് കർവാണ്. ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കർവുകളുമാണ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സേവിങ്സ് കർവ്. ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കർവുമാണ്. ആൻഡ് അവർ രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് പി. ഈ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലാണ് ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം അപ്പോൾ എവിടെയായിരിക്കും? ആ ഒരു പോയിന്റിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് OM, അതുപോലെ തന്നെ അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? OM ആണ് അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഈക്വൽ. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈക്വൽ ആണ്. OI2 ആണ് അവിടുത്തെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നത്.
ദെൻ നൗ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് OI2 നിന്ന് OI4 ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് I2 I4 ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് I1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്താ സംഭവിക്കുക, ദാറ്റ് വിൽ ഇൻ്റർസെക്ട്സ് എ സേവിങ്സ് കർവ് അറ്റ് P2 മേക്കിംഗ് P2 ദ ന്യൂ ഇക്വിലിബ്രിയം ഓഫ് ദി ഇക്കോണമി. സേവിങ്സ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് OI4. ഓക്കെ, ദ ന്യൂ ഇൻകം വിൽ ബി OM2. അതായത് ഞാനിവിടെ ഒന്നും കൂടി പറയാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട്. നമ്മുടെ ഇവിടെ എക്സ് ആക്സിസിൽ ഇൻകം ആണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. ഈ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിംപ്ലൈസ് ചെയ്തിരിക്കുന്ന സേവിങ്സ് കർവും ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കർവുമാണ്. ഈ സേവിങ്സ് കർവും ഇൻവെസ്റ്റ്മെൻറ്റ് കർവും കൂടി ഇൻ്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് പി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ OM ഇൻകവും അതുപോലെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും OI2 കിടക്കുന്നത്. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കേസ് വരുമ്പം, അതായത് OI2 നിന്ന് OI4 സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ചേഞ്ച് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് I1 മാറുകയും അതുപോലെ തന്നെ ഇൻകം OM2 ആവുകയും അതുപോലെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും OI4 മാറുകയും ചെയ്യുന്നു. അതുവഴി P1 എന്താണ് നമ്മുടെ ഇക്വിലിബ്രിയം P2 ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഈസ് MM2. അതായത് നേരത്തെ നമുക്ക് OM ഇൻകം ഉണ്ടായിരുന്നത്, എന്നാൽ ഈ P2 ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഇൻകം M2 വന്നത്. ഓക്കെ, അതായത് ഇവരുടെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, MM2 ആണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് I2 I4 വെയർ എക്സോജീനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്, the entire increase in the income MM2 would have been a multiplier effect. അതായത് ഇപ്പോൾ I2 I4 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സോജീനിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാം, ഇവിടെ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് മൾട്ടിപ്ലയർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ബട്ട് ഔട്ട് ഓഫ് I2 I4 എക്സോജീനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൺലി I2 I3. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും I2 I4 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് എക്സോജീനിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് I2 I3 മാത്രമാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലയർ എഫക്റ്റ് MM1 മാത്രമേ ഉള്ളൂ. MM2 എന്ന് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലയർ എഫക്റ്റ് കാണിക്കുന്നില്ല. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ്, ദെൻ ഇൻകം M1 ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തത് മൂലം ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് I3 I4. ദെയർഫോർ ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം M2 ഈസ് ഡ്യൂ ടു ആക്സിലറേഷൻ എഫക്റ്റ്. സോ ഈ M2 ഉണ്ടാകുന്ന ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റാണ്. സോ ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇൻകത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, M നിന്നും M2 ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിന് ആക്സിലറേഷൻ എഫക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദസ് ഓഫ് ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം ബൈ MM2. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി അറിയാം ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് M2 ഷിഫ്റ്റ് ആയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയുമാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്, M നിന്ന് M2 ഷിഫ്റ്റ് ആയിരിക്കുന്നത് അല്ലേ. അതിൽ M1 എന്ന് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലയർ എഫക്റ്റ് മൂലവും M1 M2 എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റർ എഫക്റ്റ് മൂലവുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, M1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മൾട്ടിപ്ലയർ എഫക്റ്റ് ആണ്. M1 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ M നിന്ന് M1 ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് മൾട്ടിപ്ലയർ എഫക്റ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. M1 M2 മൂവ്മെൻറ്റ് എന്താണ് സംഭവിക്കുന്നത്, ആക്സിലറേറ്റർ എഫക്റ്റ് മൂലവുമാണ് ഉണ്ടാകുന്നത്. ഇൻ ദ എബോവ് ഡയഗ്രാം ഇൻകം ഇൻക്രീസസ് ബൈ MM1 ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ I2 I3. ദിസ് ഇൻക്രീസ് ഇൻ ദ ഇൻകം ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ I3 I4. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ ചേഞ്ച് ഇൻ ഇൻകം ആണ്, നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച്, I3 I4 ആണ് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച്. അതുപോലെ തന്നെ M1 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇൻകത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച്.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then significance of acceleration principle. Acceleration principles shows that increase in the demand for consumer good lead to greater employment promotion in capital goods industry than the consumer good industry. അപ്പോൾ നമ്മുടെ ഈ ആക്സിലറേറ്റർ പ്രിൻസിപ്പളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇൻകത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അകത്ത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രിയിലായിരിക്കും കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രി. Then the reverse operation of accelerator explains the downswing of trade cycle. So trade cycleൻ്റെ downswing കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലെയർ യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് മേ ക്രിയേറ്റ് എ വേവ് ഓഫ് പെസിമിസം എമോങ് ദ ഓൺടർപ്രണേഴ്സ് ആൻഡ് പേവ് ദ വേ ഓഫ് ആൻ എക്കണോമിക് ഡിപ്രഷൻ. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ട്രേഡ് സൈക്കിളിൻ്റെ ഒരു ഡൗൺ സ്വിങ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഓൺടർപ്രണേഴ്സിന് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടൊന്നും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. സോ അങ്ങനെ എക്കോണമിയിലെ ഡിപ്രഷനിലോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടത് കാരണമാകും. അത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിവിടെ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എന്താണ് നോക്കി, നമ്മുടെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കി. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എമ്മിൽ നിന്ന് M1 മൂവ്മെൻറ്റ് മൾട്ടിപ്ലയർ എഫക്റ്റ് കാരണവും M1 M2 എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റർ എഫക്റ്റ് കാരണവുമാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അസംഷൻസ് ഓഫ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിളാണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് എൻ എക്കോണമി ഈസ് അണ്ടർ ഫുൾ യൂസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ എക്കോണമിയിലുള്ള ക്യാപിറ്റൽ സ്റ്റോക്ക്, ഇപ്പം മെഷീൻസും ഇൻവെൻറ്ററീസും പ്ലാൻസും ഇതൊക്കെ നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദർ ഇസ് നോ എക്സസ് കപ്പാസിറ്റി ഇൻ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി. മെഷീനറിയിലോ പ്ലാന്റിലോ ഒരു എക്സസ് കപ്പാസിറ്റിയിൽ നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ആൻഡ് തേർഡ് വൺ, ഇറ്റ് അസ്യൂംസ് ദ റിസോഴ്സസ് ആർ ഈസിലി അവൈലബിൾ ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഉൾപ്പെടെ എല്ലാ റിസോഴ്സസും ഈസിലി അവൈലബിൾ ആണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. ദെൻ ദ ഫേം ആഡ് ടു ദ പ്ലാൻ കപ്പാസിറ്റി വിത്തൗട്ട് കൺസിഡറിങ് വെദർ ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഇസ് ടെമ്പററി ഓർ പെർമനൻറ്റ്. അതായത് ആ ഒരു കൺസ്യൂമർ ഗുഡ്, നമ്മളിവിടെ കൺസ്യൂമർ ഗുഡ് ബേസ് ചെയ്തിട്ടാണല്ലോ ആക്സിലറേറ്റർ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഡിമാൻഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എക്സാമ്പിളൊക്കെ നോക്കിയതല്ലേ. സോ അതിൻ്റെ ആ ഒരു ഡിമാൻഡിൻ്റെ ചേഞ്ച് പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ള ഒരു കാര്യം ഇവിടെ നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നാലാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ, നമ്മൾ ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആണ് നോക്കുന്നത്. Okay, if the investment behaved as an accelerator theory says, deep depressions and wild booms could follow swiftly upon one another. In the actual life, our economy is not that unstable. There are some factors which make the investment less sensitive to current changes in business and profits. Professor Schultz calls them dampness of accelerators. So, നമുക്ക് ആക്സിലറേറ്ററിൻ്റെ ഡാംനെസ് അല്ലെങ്കിൽ എന്താണ്, ചില ഫാക്ടേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ ലെസ് സെൻസിറ്റീവ് ആക്കും. എന്തിനോട്? ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ്സ് ആൻഡ് ബിസിനസ്സിൻ്റെ അകത്തും പ്രോഫിറ്റ്സിൻ്റെ അകത്തും ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വലിയ എഫക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഡാമിനസ് ഓഫ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തത് ദ വോളിയം ഓഫ് സെയിൽസ് ഗോസ് അപ്പ് വെൻ ദ എക്കണോമിക് ആക്ടിവിറ്റി എക്സ്പാൻസ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, എക്കണോമിക് ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ സെയിൽസ് വളരെയധികം ഇൻക്രീസ് ചെയ്യും. ദ എക്സ്പീരിയൻസ്ഡ് ബിസിനസ്മെൻ ഹു ആർ ഫെമിലിയർ വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ ബിസിനസ് കൺസിഡർ ഓൺലി എ പാർട്ട് ഓഫ് ഇൻക്രീസ് ഇൻ സെയിൽസ് ആസ് പെർമനൻറ്റ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? ഇവിടെ നമുക്ക് എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് സെയിൽസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഓരോ ബിസിനസ്മാനും, ഓരോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്മാനും ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് വളരെ ബോധമുള്ളവരായിരിക്കും അവർ. അപ്പോൾ അവരെന്താണ്, സെയിൽസിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ചെറിയ ഇൻക്രീസ് മാത്രമാണ് പെർമനൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡറേറ്റ് ആയിട്ട് നിർത്താനായിട്ട് അവർക്ക് സാധിക്കും. ദ ടെമ്പററി ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഈസ് മെറ്റ് ബൈ ഓവർ ടൈം work by employing workers temporarily and using the existing capacity more intensively. സോ ഈ ഒരു ടെമ്പററി ചേഞ്ചിന് എന്താണ് ആ ബിസിനസ്മാൻ ചെയ്യുന്നത്? ടെമ്പററി ആയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തത് ടൈം ലാഗ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ദ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ന്യൂ ക്യാപിറ്റൽ അസറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അപ്പോൾ എന്താണ്, ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റിന്
ഒരു പുതിയ ക്യാപിറ്റൽ അസറ്റ് വരുന്നു, അല്ലെങ്കിൽ അതിനെ പർച്ചേസ് ചെയ്യുന്നു, അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയം എടുക്കും അല്ലേ. ആൻഡ് ഇൻക്രീസ് ഇൻ ദ സെയിൽ ഇസ് നോട്ട് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ സെയിൽസിനകത്തുണ്ടാകുന്ന ഇൻക്രീസിൻ്റെ അത്ര വേഗത തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനകത്തും ചേഞ്ച് ഉണ്ടാവില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്, അതിന് ഒരുപാട് സമയമെടുക്കും. സിമിലർലി എ ഡിക്ലൈൻ ഇൻ ദ സെയിൽ ഇസ് നോട്ട് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ സെയിൽസ് കുറച്ച് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്തും ഡിക്രീസ് ഉണ്ടാവില്ല. ദീസ് ലാക്സ് റിസൾട്ട് ഇൻ ദ സ്മൂത്ത് പാത്ത് ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ്. സോ ഇതും എന്താണ്, വലുതായിട്ട് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ്സിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു രണ്ടാമത്തെ പോയിൻ്റാണ്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് എബിലിറ്റി. In each firm there is a given managerial capacity. ഓരോ ഫേമിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാനേജറൽ കപ്പാസിറ്റി ഉണ്ട്. ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ ഒരു ഫേമിൽ എന്താണ്, അഡീഷണൽ ബേർഡൻ ആണ് കൊടുക്കുന്നത് ഓൺ ദ മാനേജ്മെൻറ്റ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കൂടുതലായിട്ട് ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലേബേഴ്സിനെ ട്രെയിൻ ചെയ്യണം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻ ദ വ്യൂ ഓഫ് ദീസ് ഫാക്ടേഴ്സ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഡിലേ ചെയ്യാനായിട്ടായിരിക്കും ആര് നോക്കുന്നത്, ഓൺടർപ്രണേഴ്സ് നോക്കുന്നത്. ദസ് ദ ലിമിറ്റഡ് മാനേജറൽ എബിലിറ്റി ഓഫ് ദ ഫേം to adapt to the changes act as another factor which dampens the investment. സോ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സും കൂടി എന്തിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നു, ആക്സലറേറ്റഡ് ഡാമ്പിങ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. അതായത് നമ്മളിവിടെ ഓൾറെഡി എന്താ നോക്കിയത്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഇൻക്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് വെൻ ഇൻകം അല്ലെങ്കിൽ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ഇൻക്രീസസ്. അതാണ് ആക്സിലറേറ്റഡ് തിയറി. ജെയിം ക്ലാർക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്, 2 സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമ്മുടെ ഒരുപാട് നമ്മളിതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ലെങ്തി വീഡിയോ, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.